അങ്ങനെ പുഷ്പ പാർട്ട് 2 ടീസറൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് മീശ മാധവന്റെ ബീജം ഒക്കെ ആയിട്ട്. അപ്പോൾ നാഷണൽ അവാർഡ് വിന്നിംഗ് പുഷ്പ പാർട്ട് 1 ഒന്നുകൂടെ റിവിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്. ഇതിനൊക്കെ എങ്ങനെയാണ് നാഷണൽ അവാർഡ് കിട്ടിയത്? ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണ്ടനായ പുഷ്പയും അതിനും മണ്ടനായ കുറെ വില്ലന്മാരുമാണ്. പുഷ്പ ഇതിൽ ആദ്യം തന്നെ ഇല്ലീഗലായിട്ടുള്ള ചന്ദനക്കടത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മണ്ടൻ വില്ലൻ പോലീസ് വില്ലന്റെ ഇൻട്രോ. ഇവർ ഈ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സീനിൽ പുഷ്പ പറയും, സാറിന്റെ തോക്കിൽ 6 ഉണ്ടല്ലേ ഉള്ളൂ, എന്റെ ചുറ്റിനും 60 കോടാറിയുണ്ട്, കണക്ക് ശരിയാവില്ല സാർ. എന്നാൽ അടുത്ത സീനിൽ പുഷ്പ പറഞ്ഞ പോലെ തന്നെ ഈ പോലീസുകാരനൊക്കെ ചെയ്യും. പക്ഷെ എന്തായാലും പുഷ്പ അപ്പൊ തന്നെ ചീറ്റ് കോഡ് അടിച്ചിട്ട് ഫിസിക്സ് ഒക്കെ അങ്ങോട്ട് ഓൺ ഓഫ്. ചവിട്ടിയപ്പോ മരൊന്നും പൊരിഞ്ഞൊന്നുമില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ തന്നെ അടുത്ത സീനിൽ ലോറിയൊക്കെ പറക്കുന്നുണ്ട്, പിന്നാണ് ഒരു കല്ല് പറത്തുന്നത്. അപ്പൊ നമ്മുടെ പുഷ്പ ലോറിയൊക്കെ എടുത്ത് പറക്കും, അതിന്റെ പുറകെ പോലീസുകാർ പോകും. എന്നിട്ട് ഈ ചന്ദനൊക്കെ പോലീസുകാരെ കയ്യിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഷ്പ ലോറിയും ചന്ദനവും കൂടെ കുളത്തിലിടും. ആ കുളത്തിൽ ഇത്രയും വലിയൊരു ലോറി കാണപ്പോ ഒരു സൗണ്ടും ഉണ്ടായില്ലായിരിക്കും അല്ലെ? വെരി നൈസ്. ഇതൊന്നുമല്ല, പിന്നെയും കുറെ മാസ് വില്ലന്മാർ ഈ സിനിമയിലുണ്ട്. ഇതാണ് സോമനാഥൻ, ആള് കുറച്ച് കുഴപ്പക്കാരൻ. അതെ, ഭയങ്കര കുഴപ്പക്കാരൻ. ഒരു ജീപ്പിൽ ബോംബ് എറിയാൻ പോയിട്ട് ആ ജീപ്പിന്റെ മണ്ടയിൽ തന്നെ കയറി നിന്ന് ബോംബ് എറിഞ്ഞ് ബോംബ് പൊട്ടി കൈപോയ കുഴപ്പക്കാരൻ സോമനാഥൻ. പിന്നെയുള്ള വില്ലൻസ് ഈ സോമനാഥന്റെ 2 അനിയന്മാരാണ്. ഇവൻ ലോകനാഥൻ, ഇവൻ എപ്പോഴും പെണ്ണുങ്ങളില്ലാതെ പറ്റില്ല. ഇവൻ ഇതല്ലാതെ വേറെ പണി കൂടെ ഉണ്ട് ഈ സിനിമയിൽ. പുഷ്പ വരുമ്പോഴൊക്കെ എന്ന് പറയാം, ഒരു കൂലിച്ചറ്റ. പക്ഷെ ഇതിനൊക്കെ ചേർത്ത് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത്രയും വില്ലന്മാര് വെറുപ്പിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരാൾ സ്ക്രീനിൽ വന്നാൽ നമ്മൾ ഇതൊന്നും ഒരു വെറുപ്പിക്കലേ അല്ല എന്ന് തോന്നിപ്പോ. ഇതൊന്നും അധികം കണ്ടോണ്ടിരിക്കാനും പറ്റൂല. എന്തായാലും ഇതിലൊരു വില്ലൻ രശ്മികന്റെ അച്ഛനെ വീട്ടിൽ പിടിച്ചു വെച്ചിട്ട് രശ്മിക വീട്ടിൽ വന്നാലേ വിടൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ രശ്മിക നേരെ പുഷ്പയുടെ അടുത്തേക്ക് വിടും. എന്റെ ഒരു ട്രിക്ക് അങ്ങ് എടുക്കും. നിങ്ങളുടെ സങ്കടം കണ്ട് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ പറഞ്ഞൊക്കെ കേട്ടിട്ട് മനസ്സലിഞ്ഞിട്ട് ആ ലോകനാഥന്റെ അടുത്ത് പോയി തല്ലുണ്ടാക്കിയിട്ട് നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം അല്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പോ നോക്ക്. പക്ഷേ ഇത് നമ്മുടെ പുഷ്പ തന്നെ, പുള്ളിക്ക് ഇത്രയും ബുദ്ധിയാ. പക്ഷേ രശ്മിക പിന്നെന്തല്ലാണ്ട് ഡയലോഗ് പറയുമ്പോഴേക്കും മണ്ട പുഷ്പ അതിൽ വീടും. അതെനിക്ക് നേരത്തെ തോന്നിയതാ. നിങ്ങളുടെ സങ്കടം കണ്ട് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. നീ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പ പോയിട്ട് എന്തായാലും വില്ലനെ കൈവെക്കും. പിന്നെ ബാക്കിയുള്ള വില്ലന്മാരൊക്കെ പുഷ്പനെ അടിക്കാൻ വരും. ഈ ഒരു ഫൈറ്റിൽ പുഷ്പ കണ്ണ് കാണാതെ വരെ ആൾക്കാരൊക്കെ പോയിട്ട് അടിക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച വെടിയിലുണ്ട തലയിലെ കൂടെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഫഹദ് വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കാണിക്കും. എന്നിട്ട് പറഞ്ഞു തീരും. എന്തായാലും ഈ പടത്തിനാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയത്. ഇതിന്റെ പാർട്ട് 2 ടീസറിൽ എന്തായാലും ഒരു പെൺവേഷം പോലത്തെ സാധനം കാണുന്നുണ്ട്. അപ്പം മിക്കവാറും ഈ പ്രൈസ് ബെസ്റ്റ് ആക്ടറോ ആക്ട്രസോ ഒക്കെ അല്ലു അർജുൻ തന്നെയായിരിക്കും.